ഷവോമിയുടെ ഷവോമി 15 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി 15 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഷവോമി 15 അൾട്രയിൽ 6.73 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം മികച്ച റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LTP എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മൈക്രോ കേർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3200 നിറ്റ്സാണ്. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സെറാമിക് ഗ്ലാസ് 2.0 പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 226 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.35 mm ആണ്. പിന്നെ IP68 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു IP റേറ്റിംഗ് ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, വൈറ്റ്, സിൽവർ, ക്രോം എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡ്യുവൽ ചാനൽ VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ വെട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 15 ബേസായിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.63 അപ്പേഴ്സിൽ വരുന്ന സോണി LYT900 മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് 1 ഇഞ്ച് സെൻസറാണ്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതുകൂടാതെ 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന സോണി IMX858ൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ 4ാമത് 200 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസും വരുന്നുണ്ട്. ഇത് സാംസങ് HP9 സെൻസറാണ്. ഇതിൽ 4.3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. വളരെ മികച്ച ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം അതും നല്ലൊരു കാര്യമാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAhന്റെ ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന വെർഷനിൽ 5410 mAhന്റെ ബാറ്ററി ആയിരിക്കും വരിക എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്ന വെർഷനിൽ 6000 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 80 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 78,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും മികച്ച ക്യാമറ സ്പെസിഫിക്കേഷനും മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും നല്ല ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യും. മാർച്ച് 2-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഷവോമിയുടെ 15 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.